بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، അൽഹംദു എന്നതിൽ അൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ്. റബ്ബ് എന്നത് ഏതൊക്കെ സിഫത്തുകൾ ഉൾക്കൊണ്ടതാണ്? അൽ ഖൽഖു ജമീൽ വൽ മുൽക്കു വത്തദ്ബീർ. അൽ ഖൽഖു വൽ മുൽക്കു വത്തദ്ബീർ. റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിഖായിരിക്കും, മാലിക്കായിരിക്കും, മുദബ്ബിറായിരിക്കും. ആലം എന്നതിന് ആലം എന്ന പേര് നൽകപ്പെട്ടത് എന്തുകൊണ്ടാണ്? لأنه علم على الباري لأنه علم على الخالق. എന്തുകൊണ്ടെന്നാൽ അത് അലമാകുന്നു, സൃഷ്ടാവിനുള്ള അലമാകുന്നു. മാഷാ അല്ലാഹ്, അടയാളങ്ങളാകുന്നു. طيب. قال الله سبحانه وتعالى الرحمن الرحيم. قوله تعالى الرحمن الرحيم، الرحمن صفة للفظ الجلالة والرحيم صفة أخرى. അള്ളാഹുവിൻ്റെ പേരിനുള്ള സിഫത്തായിക്കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? റഹ്മാൻ റഹീം എന്നത് വന്നിട്ടുള്ളത്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുർ റഹ്മത്തിൽ വാസിഅ, വിശാലമായ റഹ്മത്തുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ റഹ്മത്തുള്ളവനാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് റഹ്മാൻ എന്ന പേര്. വർ-റഹീം ഹുവ ദുർ റഹ്മത്തിൽ വാസില. വാസില, വസല എന്ന് പറഞ്ഞാൽ എത്തി. അപ്പോൾ എത്തുന്നതായ അല്ലെങ്കിൽ എത്തിക്കുന്നതായ റഹ്മത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരിലേക്ക് പ്രത്യേകമായി എത്തിക്കുന്ന റഹ്മത്ത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അവൻ്റെ റഹ്മത്ത് നൽകുന്നുണ്ട്. കുഫാറുകളായ ആളുകൾ അവരെന്ത് ചെയ്യാറുണ്ട്? അവർ പറയാറുണ്ട്, നിന്റെ റബ്ബിന് കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ മഴ വർഷിപ്പിക്കുക, അല്ലെങ്കിൽ ചരൽ മഴ വർഷിപ്പിക്കുക, അതുപോലെ തന്നെ ഞങ്ങളെ ശിക്ഷിക്കാൻ പറയും, നീ എന്താണ് പറയുന്നത് വെച്ചാൽ കൊണ്ടുപോവാ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയും ചെയ്തു, അവർ ധൃതി കൂട്ടുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൃതി കൂട്ടിയിരുന്നെങ്കിൽ കാര്യം എന്ത് ചെയ്യുമായിരുന്നു? അവസാനിക്കുമായിരുന്നു എന്നുള്ള നിലക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്. അതുപോലെ തന്നെ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ലഅല്ലഹും യർജിഊൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഖേദിച്ച് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. കിട്ടുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, അതിനാൽ തൗബ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ്? റഹ്മത്തിന് വേണ്ടിയിട്ടാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു അടിമകളോട് അനുകമ്പയുള്ളവനാണ്, അവരോട് കാരുണ്യം ഉള്ളവനാണ്. എന്നാൽ വേറൊരു കാരുണ്യമുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ്. മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക, മുഅ്മിനീങ്ങളോട് നല്ല സഹായം നൽകുക, മുഅ്മിനീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സ്നേഹം. അത് ഈ ലോകത്തും പരലോകത്തുമുണ്ട്. പരലോകത്ത് പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ആർക്ക് റഹ്മത്തുള്ളത്. കാഫിറുകൾക്ക് എന്താണുള്ളത്? അദാബാണുള്ളത്. തയ്യിബ്. അപ്പോൾ റഹ്മാൻ എന്നതിലെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ വസ്ഫാകുന്നു. മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്. റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന വസ്ഫ് അള്ളാഹുവിൻ്റെ ഫിഅലാകുന്നു, എത്തിക്കുന്നവർക്ക് എത്തിക്കുന്ന. ولو أنه جيء بالرحمن وحده أو بالرحيم وحده لشمل الوصف والفعل
അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കാര്യം രണ്ടും ഉൾപ്പെട്ടേനെ. റഹീം എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കാര്യം രണ്ടും ഉൾപ്പെട്ടേനെ. രണ്ടിൻ്റെയും അർത്ഥം ഒറ്റക്ക് വരുമ്പോൾ ഒന്ന് തന്നെ. വേറെ വേറെ വന്നാൽ ഇതിൻ്റെ അർത്ഥം ഇതിലും പെട്ടു, ഇതിൻ്റെ അർത്ഥം ഇതിലും പെട്ടു. എന്നാൽ രണ്ടും കൂടെ ഒരുമിച്ചപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം വേറെയാണ്, ഇതിൻ്റെ അർത്ഥം വേറെയാണ്. وإذا اقترنا فسر الرحمن بالوصف والرحيم بالفعل. രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ റഹ്മാനുർ റഹീം എന്ന് ഒരുമിച്ച് വന്നാൽ അപ്പം നമ്മൾ പറയും എന്ത്? ഇത് അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ മൊത്തത്തിലുള്ള വിശാലമായ റഹ്മത്ത് എന്ന വിശേഷണമാണ്. റഹീം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായ റഹ്മത്താണ്, അതുള്ളവൻ എന്നാണ്. ഈ ആയത്തിൽ നിന്നും കിട്ടുന്ന ഫായിദകൾ, അർ റഹ്മാൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണ്, അർ റഹീം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ റഹ്മാൻ റഹീം എന്ന പേരുകളിൽ അടങ്ങിയിട്ടുള്ള സിഫത്ത്, അതായത് റഹ്മത്ത്, അത് അള്ളാഹുവിനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ആയത്തുകളെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തുന്നു. റഹ്മത്ത് എന്ന സിഫത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വമിൻഹ അന്ന റുബൂബിയത്തുല്ലാഹി സുബ്ഹാനഹു വ തആല മബ്നിയത്തുൻ അല റഹ്മത്തിൽ വാസിഅത്തി ലിൽ ഖൽഖി അൽ വാസില. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റുബൂബിയത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സൃഷ്ടികളോടുള്ള കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ലഭിക്കുന്നുണ്ട്. അതില്ലാതെ അവർക്ക് ജീവിക്കുക സാധ്യമല്ല. لأن الله تعالى قال, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് റബ്ബിൽ ആലമീൻ എന്നാണ്. റബ്ബുൽ ആലമീൻ, ആലമീൻ്റെ റബ്ബ്, എല്ലാ ലോകങ്ങളുടെയും റബ്ബ്. കഅന്ന സായിലൻ യസ്അലു, ഒരു മനുഷ്യൻ ചോദിക്കുന്നത് പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്തുതിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചതുപോലെ, അടുത്ത ആയത്ത് എന്ത് ചോദിച്ചതുപോലെ, മാ നൗഉ ഹാദിഹി റുബൂബിയ്യ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ റബ്ബിൻ്റെ റുബൂബിയത്ത്, ഈ പരിപാലനത്തിൻ്റെ അവസ്ഥ എന്താണ്? ഏതിനമാണിത്? ഹൽ ഹിയ റുബൂബിയ്യത്തു അഖ്ദിൻ വൻതിഖാം, അത് സൃഷ്ടികളിൽ നിന്ന് പിടിച്ചെടുക്കുകയും അവരെ പ്രതികാരം വിട്ടുകയും അങ്ങനെ ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും ഒക്കെ റുബൂബിയത്താണോ? റുബൂബിയത്ത് പല രൂപത്തിലുണ്ടാകും. സ്നേഹത്തിൽ, റഹ്മത്തിൽ, അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട്, കോപത്തിൽ. ഔ റുബൂബിയത്ത് റഹ്മത്തിൻ വ ഇൻആം, ഇത് കാരുണ്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും റുബൂബിയത്താണോ, പരിപാലനമാണോ? ഫഖാല തആല അർ-റഹ്മാനിർ റഹീം, അവരെങ്ങനെയുള്ളവനാണ്? റഹ്മാനും റഹീമുമാണ്. അതായത് ഈ റുബൂബിയത്ത് എന്താണ്? റഹ്മത്തിൻ്റെ റുബൂബിയത്താണ്, കാരുണ്യത്തിൻ്റെ റുബൂബിയത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിച്ചതുപോലെ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റുബൂബിയത്ത് റഹ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് എന്നത് വിശദീകരിച്ചതുപോലെ എന്ന് അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണുവാൻ സാധിക്കും. ഇലാഹുന വല്ലാഹു തആല അഅലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.